ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കണോ. പുലർച്ചെ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 5:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാണ്. രാവിലെ തന്നെ നമ്മൾ ചക്ക അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഐസ്ക്രീം ആയിട്ടല്ലേ നിങ്ങൾക്ക് തോന്നി? എന്നാൽ നമ്മുടെ വീടുകളെല്ലാം സാധാരണ ഇങ്ങനത്തെ ഡബ്ബകളാണല്ലേ എല്ലാ സാധനങ്ങളും ഇട്ടുവയ്ക്ക് ഉപയോഗിക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം അമ്മ കൊണ്ടുവന്ന ചക്ക വരട്ടിയത് ആണ് കേട്ടോ. ഒരുപാട് നാൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ആവശ്യത്തിന് ഞാൻ എടുക്കും, എന്നിട്ട് പിന്നെ എടുത്ത് ഫ്രീസറിൽ തന്നെ വെക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കുറച്ചു നേരം എടുത്ത് പുറത്ത് വെച്ചിട്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് 3 മണിയൊക്കെ ആയപ്പോ ഒന്ന് മുള്ളാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച കാരണം ഞാനിപ്പൊക്കെ വിട്ടിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. അപ്പൊ ഞാനിത് ഫ്രീസറിലേക്ക് വെക്കട്ടെ കേട്ടോ. ഈ ഇലയൊന്നും കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടി. നമ്മുടെ അവിടെയൊന്നും ഇങ്ങനെ വാഴയൊന്നും ഇല്ല കേട്ടോ. ഉണ്ടായിരുന്നു, അതിപ്പോ കേടുവന്ന് പോയി. 2 വഴി അപ്പുറം പോയിട്ടാണ് ഈ ഇല എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഇപ്പൊ ഇത് അട ഉണ്ടാക്കാന്ന് തീരുമാനിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം അട ഉണ്ടാക്കി തുടങ്ങിയാലോ. ഇന്നലെ കൊണ്ടുവന്നപ്പോഴേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുറിച്ചെടുക്കട്ടെ. 2 വഴി അപ്പുറം വാഴയുണ്ട്. അവിടെ പോയി ഞാൻ ചോദിച്ചപ്പോ അവര് മുറിച്ചു തന്നു. അവര് തമിഴ് ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അടാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലായി. അത് കാരണം കൊണ്ട് എന്നോട് എത്ര വേണമെങ്കിൽ മുറിച്ചെടുത്തോ എന്ന് പറഞ്ഞു. പക്ഷെ ആ ആന്റി തന്നെ എനിക്ക് മുറിച്ചു തന്നോട്ടോ. ഏതാ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ. അപ്പൊ ഒരു 5-6 എണ്ണം അത്രയൊക്കെ തന്നെ ഇവിടെ കഴിക്കണം. അപ്പോഴേക്കും മടുത്തു പോകും. അപ്പൊ പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ, അതാണ് ഞാൻ എടുത്തത് കേട്ടോ. പുട്ടിൻ്റെ പൊടിയൊന്നല്ലേ, അരിപ്പൊടി, വറുത്തിട്ടുള്ള അരിപ്പൊടി ആയിരുന്നു. പിന്നെ അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ കണക്ക് എന്നൊന്നും പറയാനില്ല. ഒരു 2-3 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇതിൽ. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചക്ക വരട്ടിയത് എനിക്ക് കൊതി വന്നിട്ടാണ്. ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നക്കിയും തളിച്ചൊക്കെ തിന്നുന്നുണ്ട്. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു 8-9 മാസത്തോളമായെന്ന് തോന്നുന്നു. അതിന് മുന്നേ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുവരെയ്ക്കും ഒരു കേടും ഒന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും. വരട്ടുന്നത് വെള്ളമൊന്നും ഇല്ലാണ്ട് അങ്ങനെ വരട്ടിയെടുക്കണം, ഫ്രീസറിൽ സൂക്ഷിക്കണം എന്നുള്ളൂ കേട്ടോ. നമുക്ക് കൊതി വരുമ്പോൾ ചക്കയില്ലാത്ത സമയത്തൊക്കെ കൊതിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചക്ക അടയോ ചക്കപ്പോ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് വെറുതെ ഹൽവ പോലെ വാരി വാരി തിന്നാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ചക്കേൻ്റെ അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ആവശ്യാനുസരണം ഇച്ചിരി ചൂടുള്ള വെള്ളമാണ് ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണതുള്ളൂ കേട്ടോ. അപ്പോൾ ബിക്കോസ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അട മര്യാദയ്ക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. തരീച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അവസാനം ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിനായിട്ട് ഇങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തു. ഒരുവിധമായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മയം കിട്ടാനും ഒരു ഫ്ലേവറൊക്കെ നല്ലൊരു ടേസ്റ്റിലേക്ക് മാറാനും വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഒരു തരി ഏലക്ക പൗഡർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എന്ത് മണവും രുചിയൊക്കെ ഏത് ലെവലിലേക്ക് വരണം എന്ന് തീരുമാനിക്കേണ്ട ആൾക്കാർ നമ്മൾ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ രീതി ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. എത്രത്തോളം കുഴയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അട എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ നല്ല മയപ്പെടുത്തി എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മാവ് നല്ലപോലെ കുഴഞ്ഞ് എല്ലായിടത്തും മിക്സായി വന്നത്. ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തേങ്ങ ചിരകി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ശർക്കര, നമ്മൾ പനങ്കൽക്കണ്ടല്ലേ അതിൻ്റെ ശർക്കരയാണ് ഞാൻ ചേർത്തത്. പിന്നെ ഇച്ചിരി ഏലക്ക പൗഡറും ചുക്കിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ശർക്കര, പനങ്കൽക്കണ്ടം ഇങ്ങനെയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്താലും മതി. അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താണെങ്കിലും ഇവിടെ പൊടി ഇരിക്കണ കൊണ്ട് അതാണ് ആഡ് ചെയ്തത്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ നെയ്യ് ചേർക്കാറുണ്ട് ഈ ഒരു മിക്സിലേക്ക്. നമുക്ക് കൈവച്ച് തിരുമ്മിയാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഞാൻ പിന്നെ ഇതിലങ്ങനെ കാണിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൈവച്ച് നല്ലോണം തിരുമ്മി പിടിക്കുകയായിരിക്കും നല്ലത്.
പിന്നെ ശർക്കര ഉരുക്കിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതിനൊരു കുഴച്ചിൽ പോലെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് ആവിയിൽ വേവുന്ന സാധനമാണല്ലോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ ശർക്കര അങ്ങ് ഉരുക്കിക്കോളും താനെ, നമ്മളായിട്ട് ഇങ്ങനെ ഉരുക്കി ഒഴിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഇലയിലേക്ക് നമ്മൾ പരത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇലയിൽ പ്രത്യേകിച്ച് ഒന്നും തടവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതൊരു മയം ഉണ്ടെങ്കിൽ നന്നായിട്ട് പരത്തിയെടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ഞാൻ ചക്ക അട പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, നമ്മൾ അത്ര മയത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫില്ലിങ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഇതിങ്ങനെ പരത്താൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കൈ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് അങ്ങനെ പതുക്കെ പരത്തി കനം കുറച്ച് പരത്തി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക, ഇല അടച്ചിട്ട് ഒന്ന് തട്ടുക. അപ്പോൾ അതൊന്ന് ഒന്ന് അടഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമ്മളുടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു അടയെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊരു 5-6 എണ്ണത്തിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. ശരത്തേന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാടൻ പലഹാരങ്ങളൊക്കെ. ഇവിടെ കുട്ടികൾക്കും കുഴപ്പമൊന്നുമില്ല, അവരും ഉണ്ടാക്കിയാൽ കൊടുത്താൽ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇത് അതിരാവിലെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ പണികൾ കുറച്ച് മെനക്കെടാണല്ലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. മടി അങ്ങ് മാറ്റി വയ്ക്കുക, അത്രയുള്ള പരിപാടി. അപ്പോൾ ഫില്ലിങ്ങൊക്കെ നല്ലപോലെ വെച്ചാലാണ് അടക്കി കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മധുരം നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ ചക്ക എന്ന് പറയുന്നത് ഓൾറെഡി മധുരമുള്ള സാധനമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഫില്ലിങ്ങിലേക്കും അതുപോലെ മധുരം ഒരുപാട് ഓവറായിട്ട് ആഡ് ചെയ്താൽ അട മധുരിച്ചിട്ട് വായിൽ വയ്ക്കാൻ കൊള്ളാണ്ടാവും. ഒരു മീഡിയം മധുരത്തിൽ കഴിക്കുന്നതാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ? നമ്മളൊക്കെ എപ്പോഴെങ്കിലും പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? എൻ്റെ മനസ്സിലൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം മാത്രമേ ഞാനൊക്കെ എൻ്റെ ചേട്ടനായാലൊക്കെ കഴിച്ചു വളർന്നിട്ടുള്ളൂ. ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. വല്ലപ്പോഴും മാത്രം ഒരു മിക്സറോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ഒരു ജിലേബിയോ അങ്ങനെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചെങ്കിൽ. ഞാനൊക്കെ നൂഡിൽസ് കണ്ടത് തന്നെ MBAക്ക് പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷമാണ് കേട്ടോ. അതുവരെയ്ക്കും ഞാൻ നൂഡിൽസ് എന്ന് പറയുന്ന സാധനം കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഈ നാടൻ പലഹാരങ്ങൾ തന്നെയാണ് നമ്മുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കളും കുറച്ചൊക്കെ ആ ഒരു പാറ്റേണിൽ വളർത്തിയെടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അട പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ കുക്കായി വരും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് എന്തോ നൊസ്റ്റു ഉണർത്തിപ്പോയി എൻ്റെ. ഇത്രയും ടേസ്റ്റ് ആയിരുന്നു. രാവിലെ തന്നെ അപ്പം തന്നെ ഒരു അട ഞാൻ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ താനക്കുട്ടിക്ക് സമ്മർ ക്യാമ്പിന് വേണ്ടിയിട്ട് സ്കൂളിൽ പോകണമായിരുന്നു. ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് മാത്രം. അപ്പോൾ അവളങ്ങ് പോയി കേട്ടോ. ഞാൻ പിന്നെ ആസ് യൂഷ്വൽ മേലെ ചെടി നനയ്ക്കാനായിട്ട് പോയി. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം നോക്കണേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ മുളക് ഇച്ചിരി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അത് പൊട്ടിച്ച് കുറച്ച് ഇവിടെ ശരത്തേന് വയ്ക്കാം, ബാക്കിയുള്ളത് അപ്പുറത്ത് കൊടുത്തു. അതങ്ങ് ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം പഴുത്ത് പോവില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ചിക്കൻ ഇന്നലെ വാങ്ങിച്ച് അത് ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് ഇച്ചിരി എന്താ പറയുക കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, മുളക് പൊടി, മല്ലിപ്പൊടി, തൈര്, അതും പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇച്ചിരി കൂടി ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇതൊരു 1/2 മണിക്കൂർ ഇരുന്നാലാണ് നമ്മുടെ ബിരിയാണിയിലേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തതാ കുട്ടപ്പനാക്കിയിട്ട് എന്താ പറയുക ഒരു 25 മിനിറ്റ് അവിടെ അങ്ങ് വെക്കുവാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ വെച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി ബിരിയാണി ഇതാണ് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നെയ്യ് തന്നെയാണ് അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം,
ജീരകം, വഴനയില, 2-3 കുരുമുളക് അതൊക്കെ ഇട്ട് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും 2 സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളില്ല, ഇഞ്ചി, തക്കാളി ഇതെല്ലാം ഒന്നിച്ചാണ്. തക്കാളി 2 എണ്ണം വേണമെങ്കിൽ ചേർക്കാം. 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം 1.5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതൊക്കെ എടുത്താൽ മതിയാവും. എന്നിട്ട് നല്ലപോലെ വഴന്ന് എടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഒരു വലിയ കൈപ്പിടി നിറയെ മല്ലിയിലയും അത്രയ്ക്കും തന്നെ പുതിനയുടെ ഇലയും ചേർത്തിട്ട് ഒന്നുകൂടിയും വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് വാടി വരണമെന്ന് സാരം. ഞാനൊരു ഭാഗത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശരത്തേട്ടൻ മറുഭാഗത്ത് ഇതേ നമുക്ക് മിൻറ്റ് ലൈം അടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വേണ്ടി കുടിക്കാനാണ്. ഇപ്പം സമ്മറായ കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജ്യൂസോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അത്രയും ചൂടാണ് ഇവിടെ. അപ്പോൾ മിൻറ്റ് ലൈമാണ്, ഇത് അറിയാലോ എല്ലാവർക്കും. പഞ്ചസാരയും പിന്നെ ലൈമും പിന്നെ ഇന്ന് പുതിനേൻ്റെ ഇലയുള്ള കാരണം അതും കുറച്ചധികം ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു ഏലക്കേൻ്റെ കഷ്ണോടായിരിക്കാം ഇടാം. എന്നിട്ട് നല്ലപോലെ അടിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിൻറ്റ് ലൈം റെഡി. ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ ഇത് കുടിച്ച് കഴിയുമ്പോൾ. നല്ല ടേസ്റ്റാണ്. ഒരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ വഴന്ന് വന്നിട്ടുള്ള ഐറ്റംസൊക്കെ എടുത്ത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഒരു 70-70% ബിരിയാണി ഉണ്ടാക്കൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ നെയ്യിലേക്ക് പട്ടാഗ്രാമ്പ് ഏലക്കായ ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ആ പൊട്ടലും ചീറ്റലൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ മാരിനേറ്റ് ചെയ്തത്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. ഞാനിവിടെ കപ്പിൻ്റെ കണക്കാണ് പറയുന്നത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള നിലയ്ക്ക് വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ, കാരണം ഈ ഒരു ഉപ്പ് തന്നെയായിരിക്കും നമ്മുടെ റൈസിന് വരുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ നല്ലതായിട്ട് ബോയിലായിട്ട് വരും കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇരുന്നോട്ടെ. അപ്പോഴത്തേക്കും ഇച്ചിരി കൂടി ചിക്കനും വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് നാരങ്ങ ഒരു അരമുറി പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരി, ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം മിക്സ് ചെയ്യുക. ഇതുപോലെ വെട്ടി തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും കുക്കറിന് മൂടി അടച്ചു വെച്ചിട്ട് 1 വിസിൽ അടുപ്പിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം തുറക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് വരും. ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ അടിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി കുതിർത്തിട്ടുള്ള അരിയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും. 2 വിസിലൊക്കെ അടിച്ചാൽ പിന്നെ പായസം പോലെ ആയിട്ട് മാറും കേട്ടോ. എൻ്റെ ജസ്റ്റ് മിസ്സിന് 2ാമത്തെ വിസിൽ അടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ 1 വിസിലും 10 മിനിറ്റും അടച്ചു വെച്ചിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേവില് റൈസ് വെന്തിട്ടുണ്ടാവും. 2 വിസിലൊക്കെ അടിച്ചാൽ പിന്നെ നിങ്ങൾ കുളമായി എന്ന് വേണം കരുതാൻ. ഏറ്റവും ഈസി ആയിട്ടുള്ള ബിരിയാണിയാണ് ഈ ദൊണ്ണ ബിരിയാണി എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമ റൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ, ഈ രീതിയിൽ വെക്കുമ്പോൾ, അതായത് ആ മസാല പേസ്റ്റിൽ കിടന്നിട്ടല്ലേ വേവുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിന് ഇങ്ങനെ ഒട്ടൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വേർതിച്ച് ഇങ്ങനെ ആക്കി ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഒട്ടലൊന്നും ഇല്ലാണ്ട് വേറിട്ട് കിടക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളൂ. ഇതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് നമ്മൾ കഴിക്കാൻ എടുക്കണേറ്റവും ഒരു അരമണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടായാൽ മതി. അപ്പൊ ആ ഒരു സമയത്ത് ആവുമ്പോഴത്തേക്കും ഇതിങ്ങനെ വേറിട്ട് കിടക്കാനായിട്ട് തുടങ്ങും. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് ഒട്ടലുണ്ടോ എന്നുള്ളത്, പക്ഷെ ഉണ്ടായിരിക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പരത്തിയിട്ടാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കുറച്ച് കഴിയുമ്പോൾ. ആക്ച്വലി ഈ ബിരിയാണി അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ സാധാരണ മറ്റു ബിരിയാണി പോലെ ഇങ്ങനെ പറക്കി കളയണ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. കുറച്ച് വെന്താലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഞാനിതാ ഇവിടെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് സമയമില്ല അരമണിക്കൂർ വെക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പുറത്തേക്ക് പോകണം. നമ്മൾ ഒന്ന് വെള്ളിലേക്ക് ഇറങ്ങാനാണ്. ഇപ്പം ഞങ്ങൾ പോവല്ലേ, അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. പ്ലസ് വേറെ ഇവിടെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകേണ്ട കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കാൻ എടുക്കാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കുവാണെങ്കിൽ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ഇച്ചിരി എടുത്ത് കഴിച്ച് കാണിക്കാം കേട്ടോ. ഇതിന് ആക്ച്വലി വേറെ സർലാസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതിന് ആ മസാല മാത്രം മതി കഴിക്കാൻ. അടിപൊളിയാണ് ഇതിന് മസാല. തീർച്ചയായിട്ടും ട്രൈ ചെയ്തോളൂ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വിട്ട് ഇത് കെടുക്കും കേട്ടോ. അതായത് ചൂടാറും തോറും ഇതിങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കൊള്ളാം. അപ്പം ഇത് കഴിച്ചിട്ട് വേഗം പോട്ടെ, സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് തന്നെ പുറത്തേക്ക് പോവാം. ഓക്കെ.